എടാ ബെൻസേ 6 കൊല്ലം ജയിലില് പരമശരി. ഈ പിന്നെ ഒരാളെ തട്ടിയിട്ടാണ് പോയതെന്ന് വിചാരിച്ച. എന്റെ കഥ 2 ബിസ്ക്കറ്റ് എടുത്തരാ ഞാൻ ജയിലിലായത്. അനക്കതിന് പറഞ്ഞാ പറയുന്നു ജഡ്ജിന്റെ അടുത്ത്. വിശന്നിട്ട് 2 ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചാണ്ട്. ജഡ്ജിക്ക് അറിയാം സ്വർണ്ണ ബിസ്ക്കറ്റ് തിന്നാൻ പറ്റൂലെന്ന്. സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരുന്നു. അതിന്റെ മോനെ മൂപ്പര് വരുന്നുണ്ടല്ലോ. എടാ മൂപ്പര് അറിയില്ലേ? ആരാത്? മൂപ്പര് പരവെന്നറിയൂട്ടോ. ഏട്ടാ ജയിലിൽ നിങ്ങളെ കണ്ടിന് പരിചയപ്പെടാൻ പറ്റിയില്ല. ഏട്ടാ എന്തായിരുന്നു കേസ്? കൊലപാതകം. ആരെ കൊന്ന്? ഞാനൊരു ദിവസം നിൽക്കുമ്പോ എനിക്കൊരു ഫോൺ വന്നു. അച്ഛൻ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ ഹോസ്പിറ്റലിൽ കിടക്ക. അച്ഛൻ തന്റെ താടിയെല്ലൊക്കെ പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ ICUല് ബോധം വരെയില്ല. അയ്യോ. ഡോക്ടർമാര് പറഞ്ഞു 5 ദിവസം ICUല് കിടക്കണം. 2 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർമാർ വന്നു പറഞ്ഞു അച്ഛന് റിക്കവറായി, അച്ഛന് വേണ്ട ജ്യൂസ് എന്താ വേണ്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ അച്ഛന് വേണ്ട ജ്യൂസ് എല്ലാം വാങ്ങിക്കൊടുത്തു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ സ്ഥിതി എന്താ എനിക്ക്, അച്ഛന്റെ വേദന കൊണ്ട് കടയുന്നു. ഞാന് അച്ഛന് കൊടുക്കുന്ന ജ്യൂസിലെ വിഷം കലക്കി. അച്ഛനെ കൊന്ന കേസാ? അച്ഛൻ മരിച്ചില്ല. പിന്നെ 3 കേസും, ഒരു ഡോക്ടറും, ഒരു അറ്റൻഡറും. 5 ആള്. 5 കൊലപാതകം ചെയ്തുകൊണ്ട് ഞാനല്ലല്ലോ. ഇവരെ അച്ഛൻ റിക്കവർ ആയി പറഞ്ഞിട്ട് ഈ ജ്യൂസൊക്കെ എടുത്തിട്ട് ഇവരല്ലേ കുടിക്കണേ? എനിക്കറിയില്ലല്ലോ. 5 കൊലപാതകം.